എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത്തപ്പഴം കൊഴുക്കട്ടയാണ്. നമ്മുടെ വീടുകളില് കറുത്തു പോകുന്ന ഏത്തപ്പഴം നിത്യവും വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. ഇനിയിപ്പോ നമ്മുടെ വീടുകളില് കറുത്തുപോയ പഴം ആരും വലിച്ചെറിഞ്ഞ് കളയല്ലേ. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പൊ നോക്കാം എങ്ങനെയാണ് ഏത്തപ്പഴം വെച്ചിട്ട് വളരെ പഞ്ഞി പോലുള്ള ഏത്തപ്പഴ കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് പഴം കൊഴുക്കട്ട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 4 നല്ല പോലെ പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല തൊലിയെല്ലാം കറുത്ത പഴമാണ് കേട്ടോ. ഇങ്ങനെ പഴമായാല് നമ്മുടെ കുട്ടികൾ കഴിക്കാറില്ല. ഇതൊന്ന് വലിച്ചെറിഞ്ഞ് കളയുകയാണ് പതിവ്. നമുക്ക് ഈ പഴത്തിന്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. 4 പഴവും കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പഴം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പാനിലേക്ക് 1 സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അധികം നെയ്യുടെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പഴം ഈ ഒരു പാനിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പഴത്തിലേക്ക് ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. പഴത്തിന്റെ ആ ഒരു കട്ടകളെല്ലാം ഉടച്ച് വേണം നമുക്കിതുപോലെ യോജിപ്പിക്കാനായിട്ടും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിൽ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളിപ്പോൾ എടുക്കുന്ന പഴം അധികം ഒന്നും പഴുത്തിട്ടില്ലെങ്കിൽ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ തന്നെ അരച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പഴത്തിന്റെ കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴം നല്ല കട്ടിയായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത നൈസ് അരിപ്പൊടി 1 കപ്പ് അളവിൽ ചേർക്കാം. ഇനി പഴവും ഈ ഒരു അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അളവ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ലൂസായി പോവുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 1 കപ്പ് പൊടി കറക്റ്റ് ആയിട്ടുള്ളൊരു അളവാണ്. അങ്ങനെ നമ്മുടെ പൊടി ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ പാനിന്റെ ആ ഒരു ചൂട് കൊണ്ട് പൊടി ഒന്ന് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ പൊടി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇതേ ഒരു പാകത്തിലേക്ക് ഞാനൊന്ന് ഉരുട്ടി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി കയ്യിലെടുത്താൽ ഉരുണ്ട് വരുന്ന പാകത്തിലായിട്ടുണ്ടോ എന്ന് നോക്കാം. പൊടി നല്ലോണം തന്നെ ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസുകളായിട്ടൊന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ പൊടി ഞാനിവിടെ ഇതുപോലെ ബോൾ രൂപത്തിലേക്ക് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഫില്ലിങ് തയ്യാറാക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് 1 കപ്പ് അളവില് ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരപ്പൊടിയുടെ അളവ് 200 ഗ്രാം അളവാണ്. ഈ ശർക്കരപ്പൊടി ഒന്ന് മെൽറ്റായി വരാനായിട്ട് 1 സ്പൂൺ അളവില് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ. ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 മുറി നാളികേരം തിരുമിയത് കൂടെ ചേർക്കാം. ഈ നാളികേരവും ശർക്കര പാനിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് പരട്ടിയെടുക്കാം. ശർക്കര പാനി മുഴുവനും തന്നെ ഒന്ന് വറ്റി കിട്ടണം. അതുവരെയും നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ശർക്കര പാനിയാക്കിയും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കരപ്പൊടി ഉപയോഗിച്ചിട്ടുള്ളത്. ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര വിളയിച്ചത് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസുകളായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയും കൂടെ വെക്കണം. ഇനി ഒരു ആവിപാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ട ഉരുട്ടി തുടങ്ങാം. ഇതുപോലെ ഒന്ന് നടു ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ഒരു ബോള് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുഴച്ച മാവ് കൂടുതലായിട്ട് ഈ ഒരു ക്ലോസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ നമുക്കിതൊന്ന് കുറച്ച് പൊടിയൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ആദ്യ ബോളിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു പാകമാണ്. അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ നനച്ച് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതിയാകും. അങ്ങനെ ആദ്യ ബോള് നമ്മൾ
നമ്മളിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ആവിപാത്രത്തിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ആദ്യം ഉണ്ട വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. അരികു ഭാഗമൊക്കെ വളരെ നൈസായിട്ട് വേണം കേട്ടോ നമുക്ക് ഒന്ന് ഷേപ്പ് ആക്കാനായിട്ടും. ഫില്ലിങ്ങും ഇതുപോലെ ഒന്ന് ഉരുട്ടി വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാനും സാധിക്കും. അങ്ങനെ രണ്ടാമത്തെ ഉണ്ടയും ഞാനിവിടെ ഉരുട്ടി വേവിക്കാൻ വെക്കുവാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടില്ല എല്ലാ ഉണ്ടയും ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് 15 മിനിറ്റ് ആണ് ഉണ്ട വേവിക്കാനുള്ള സമയം. ആദ്യത്തെ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം 10 മിനിറ്റ് ചെറിയ തീയിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. കൂടുതൽ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുവാണെങ്കിൽ ഉണ്ട പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനിയിപ്പോ ഉണ്ട ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉണ്ട ഇപ്പോ നന്നായിട്ട് തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്ക് മറ്റൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. ഇനിയിപ്പോ വെന്ത് ആവിയെല്ലാം പോയി വന്നിട്ടുള്ള ഉണ്ടയുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെന്ത് വന്നിട്ടുള്ള ഉണ്ട ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇതുവരെയും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.